ബിഗ് ബോസ് കഴിഞ്ഞ കുറച്ച് സീസണുകളായിട്ട് അതിന് പുറകിലൊരു കളി നടക്കുന്നുണ്ട്. അതായത് ഗെയിംസ് കാര്യങ്ങളൊന്നും അല്ല കേട്ടോ. പക്ഷേ നമുക്ക് പുറമേ നിന്ന് നോക്കുമ്പോഴേ ഭയങ്കര പോസിറ്റീവായിട്ട് തോന്നുമെങ്കിലും അതിന് നേരെ ഓപ്പോസിറ്റ് ഒരു മറുപുറമുണ്ട്. പലരും ചിന്തിക്കാത്തൊരു കാര്യമാണ് ഇന്ന് ഞാനിവിടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നതും തുറന്ന് കാണിക്കാനായിട്ട് ആഗ്രഹിക്കുന്നതും. സോ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അതോടൊപ്പം തന്നെ ഞാൻ ഈ പറയുന്നത് എൻ്റെ പേഴ്സണലായിട്ടുള്ള ഒരു ഒബ്സർവേഷൻ ആട്ടോ. എനിക്ക് ഫീൽ ചെയ്തൊരു കാര്യമാണ്. അതിന് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളതും കൂടി ഒന്ന് കമൻറ്റ് ബോക്സിൽ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ എന്താണെന്നല്ലേ ആ ഒരു കാര്യം, നേരെ നമുക്ക് അതിലേക്ക് പോവാം. അതായത് നമുക്ക് നോക്കിയാൽ മനസ്സിലാവും, ബിഗ് ബോസ് ഹൗസിലേക്ക് വരുന്ന ഡിവോഴ്സ്ഡ് ആയിട്ടുള്ള ആളുകൾക്ക് പ്രത്യേക ഒരു പരിഗണനയും അതിനൊരു പ്രയോറിറ്റിയും കൊടുക്കാറുണ്ട്. പ്രത്യേകിച്ച് 2-3 കുട്ടികളെയൊക്കെ ഒറ്റയ്ക്ക് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നോക്കുന്ന സ്ത്രീകൾക്കാണ് ആ ഒരു പ്രയോറിറ്റി കൊടുക്കാറുള്ളത്. അത് വളരെ നല്ലൊരു, അതായത് 100% പറയുകയാണെങ്കിൽ വളരെ നല്ലൊരു കാര്യമാണ്. അതിന് ആ ഒരു പ്രയോറിറ്റി അല്ലെ ആ ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് അത്യാവശ്യം തന്നെയാണ്. കാരണം സമൂഹത്തിൽ പലരും പലതരത്തിൽ ജീവിക്കുന്ന ആളുകളാണ്. കാരണം മനുഷ്യന്മാരും അവരുടെ സ്വഭാവങ്ങളും എല്ലാം വ്യത്യസ്തമാണല്ലോ. അപ്പോൾ ഒത്തുപോകാൻ പറ്റാത്തവർ തമ്മിൽ പിരിയുക, ഇതൊക്കെ സാധാരണമായിട്ടുള്ള കാര്യമാണ്. കാരണം അവിടെ കടിച്ചു തൂങ്ങിക്കിടന്ന് വലിയ വലിയ പ്രശ്നങ്ങളിലേക്ക് പോകുന്നത് അല്ലെങ്കിൽ വലിയൊരു ദുരന്തത്തിലേക്ക് അവസാനിക്കുന്നതിൽ നല്ലത് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഒരാൾക്ക് കുടുംബം മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ അല്ലെങ്കിൽ കുട്ടികളെ മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ കഴിയുമെങ്കിൽ അങ്ങനെ തന്നെ നോക്കുന്നതാണ് എപ്പോഴും നല്ലൊരു കാര്യം. പക്ഷേ ഈ ഡിവോഴ്സ്ഡ് ആയ ആൾക്കാർക്ക് ഇത്രയും പ്രയോറിറ്റി കൊടുക്കുമ്പോൾ എന്തുകൊണ്ട് ഒരു കുടുംബത്തിൽ നിന്ന്, അതായത് നല്ലൊരു ഫാമിലി ലൈഫിൽ ഈ കഷ്ടപ്പാടിലും ഈ ഒരു പ്രശ്നങ്ങളെ എല്ലാം അതിജീവിച്ച്, എല്ലാവർക്കും അതിജീവിക്കാൻ പറ്റണമെന്നില്ല, പക്ഷേ ഇതൊക്കെ അതിജീവിച്ച്, കാരണം കുടുംബമാകുമ്പോഴും 2 വ്യത്യസ്ത തരത്തിലുള്ള ആളുകളാകുമ്പോഴും പ്രശ്നങ്ങൾ സ്വാഭാവികമാണ്. പക്ഷേ അതിനെല്ലാം അതിജീവിച്ച് സന്തോഷത്തോടെ ഒരു കുടുംബത്തെ മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്ന ഒരു കാര്യത്തിലേക്ക് വലിയൊരു ഇമ്പോർട്ടൻസ്, ഒരു വലിയ പ്രയോറിറ്റി കൊടുക്കാത്തൊരു ഫീല് പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട്. അതിനും ഒരു പ്രയോറിറ്റി അത്യാവശ്യം തന്നെയല്ലേ. കാരണം ഡിവോഴ്സ്ഡ് എന്ന് പറയുന്ന ആ ഒരു കാര്യത്തിൽ പ്രയോറിറ്റി, ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതോടൊപ്പം തന്നെ ഒരു കുടുംബ ജീവിതം അല്ലെങ്കിൽ ഒരു കുടുംബം നന്നായിട്ട് കൊണ്ടുപോകുന്ന ആ ഒരു ഫാമിലീനെ എടുത്ത് പറയുമ്പം അതിനും ആ ഒരു ഇമ്പോർട്ടൻസും ആ ഒരു പ്രയോറിറ്റിയും കൊടുക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഭംഗിയും ഒരു വ്യത്യസ്തമായിട്ടൊരു രീതിക്കായിരിക്കും അല്ലേ. എൻ്റെ ഒരു തോന്നലാണ്. ഇതിന് നിങ്ങൾക്ക് എതിരഭിപ്രായങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ. അതുപോലെ എൻ്റെ നേരത്തെ വീഡിയോയിൽ ഞാൻ ചെറുതായിട്ട് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതായത് റിയാസനെയും ഒരു പെൺകുട്ടിയെ, ഷിബിന എന്ന് മറ്റോ തോന്നുന്ന ആ ഒരു പെൺകുട്ടിയുടെ പേര് കറക്റ്റായിട്ട് എനിക്ക് ഓർമ്മയില്ല. ആളുടെ ഫോട്ടോ ഞാനിവിടെ കൊടുത്തിരിക്കാം. ആ പെൺകുട്ടിയെ ഇൻവൈറ്റ് ചെയ്തപ്പോൾ ബ്രൗൺ ഗേൾ എന്ന് പറഞ്ഞിട്ടാണ് ഇൻവൈറ്റ് ചെയ്തത്, അതായത് റിയാസിൻ്റെ ടീമിലേക്ക്. അപ്പോൾ ഈ ടീമിലേക്ക് ഓരോരുത്തരെ സെലക്ട് ചെയ്തത് അവരുടെ മുമ്പിൽ, ഇപ്പോൾ ജഡ്ജസിൻ്റെ മുമ്പിൽ നമ്മൾ വന്നപ്പോൾ, ആരാണ് ഓഡീഷന് വന്നപ്പോൾ അവരുടെ ബയോഡേറ്റയും കാര്യങ്ങളും എല്ലാം അവർ എഴുതി കൊടുത്ത കാര്യങ്ങളെല്ലാം വ്യക്തമായിട്ട് അവരുടെ ടേബിളിലുണ്ട്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ ഈ ആളുകളെ സെലക്ട് ചെയ്ത്, ഇവരുടെ ടീമിലേക്ക് സെലക്ട് ചെയ്ത് നമുക്ക് മനസ്സിലാക്കുക. കാരണം അല്ലാതെ പെട്ടെന്ന് കയറി വരുന്ന ഒരാളുടെ ഇഷ്ടങ്ങൾ എന്താണ് അനിഷ്ടങ്ങൾ എന്താണെന്നൊന്നും പെട്ടെന്ന് മനസ്സിലാക്കാനായിട്ട് ജഡ്ജസിന് പറ്റില്ലല്ലോ. അപ്പം ഈ പെൺകുട്ടി ചിലപ്പോൾ ഒരു പക്ഷെ പറഞ്ഞിട്ടുണ്ടാകും ആ പെൺകുട്ടിയുടെ ജീവിതത്തിൽ ആ പെൺകുട്ടി അനുഭവിച്ച കളർ ഡിസ്ക്രിമിനേഷൻ ആയിക്കോട്ടെ, അതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ആ പെൺകുട്ടിയെ ജഡ്ജ് സ്റ്റേജിലേക്ക് ആ ഒരു പേരും പറഞ്ഞ് ഇൻവൈറ്റ് ചെയ്തത്. ആ പെൺകുട്ടിയുടെ പേര് വിളിക്കുന്നതോടൊപ്പം ബ്രൗൺ ഗേൾ എന്ന് പറഞ്ഞ് ഇൻവൈറ്റ് ചെയ്തത്. എന്തുകൊണ്ടാണ് ഒരു അത്യാവശ്യ കളറുള്ള ഒരു വ്യക്തികൾ, സാധാരണ ആളുകളും കുറച്ച് ബ്രൗൺ സ്കിൻ ടോണുള്ള ആളുകൾ എന്തോ പ്രത്യേകതയുള്ള ആളുകളുമായിട്ട് മാറുന്നതെന്ന് പലപ്പോഴും ഞാൻ ചിന്തിക്കാറുണ്ട്. അത് നമ്മുടെ സമൂഹത്തിൻ്റെ ഒരു പ്രശ്നമാണ്. റിയാസ് സലീമിൻ്റെയോ അല്ലെങ്കിൽ ആ ഒരു ഷോയിൻ്റെയോ പ്രശ്നമല്ല, നമ്മുടെ സമൂഹത്തിൻ്റെ ഒരു പ്രശ്നമാണത്. കാരണം സാധാരണ കുറച്ച് ആളുകൾ എപ്പോഴും നമുക്ക് മനസ്സിലാക്കാതെ, ഇപ്പോൾ സ്കൂൾ കാലഘട്ടത്തിലൊക്കെ ആണെങ്കിലും പല ആൾക്കാരും നേരിട്ടിട്ടുള്ള ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അത് സൗന്ദര്യത്തിൻ്റെ പേരിലും കളറിൻ്റെ പേര്, സൗന്ദര്യത്തെ കഴിഞ്ഞുപരി നിറത്തിൻ്റെ പേരിലായിരിക്കാം പല പെൺകുട്ടികളായിക്കോട്ടെ പല ആൺകുട്ടികളായിക്കോട്ടെ മാറ്റി നിർത്തപ്പെട്ടിട്ടുള്ളത്. അപ്പം ബിഗ് ബോസ് പോലെ ഒരു വലിയ ഷോയിൽ വന്നിട്ട് ഈ ഒരു പദപ്രയോഗം നടത്തുന്നത് അത് ഒഴിവാക്കുന്നതല്ലേ ഒന്നും കൂടെ നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. കാരണം എല്ലാവരും ഒരേപോലെ, എല്ലാവരും സാധാരണക്കാരാണ്, എല്ലാവരും ഒരേ രീതിയിലുള്ള ആളുകളാണ്. അവിടെ ഇന്ന കളറിനെ മാറ്റി നിർത്തി മറ്റേ കളറിനെ എന്തോ വലിയ കാര്യമായിട്ട് കാണിക്കുന്നതിനോട് എനിക്കൊരു വിയോജിപ്പുണ്ട്. നിങ്ങൾക്ക് എന്താണ് ആ ഒരു കാര്യത്തിൽ തോന്നുന്നത്? അതിനോട് നിങ്ങൾക്ക് യോജിക്കാൻ പറ്റുന്നുണ്ടോ? ഞാൻ പറഞ്ഞ കാര്യം ശരിയല്ലേ? അങ്ങനെയല്ലേ നിങ്ങൾക്ക് തോന്നുന്നത്? കാരണം നമ്മളെല്ലാവരും ഈ ഒരു സമൂഹത്തിൽ പല വർണ്ണങ്ങളും ചേർന്നിട്ടുള്ള ആളുകളാണ്. ഇപ്പോൾ വെളുപ്പാണെങ്കിൽ തന്നെ അതിൻ്റെ പല വേർഷൻസ് ഉണ്ട്, കറുപ്പാണെങ്കിൽ തന്നെ അതിൻ്റെ പല വേർഷൻസ് ഉണ്ട്. ഇവരെല്ലാവരും കൂടിച്ചേർന്നാണ് നമ്മുടെ സമൂഹം എന്ന് പറയുന്നത്, ചിന്തക്കാർ. അപ്പം ആ ഒരു പരിഗണന, എല്ലാവർക്കും ഒരേ പരിഗണന കൊടുക്കുന്നത് തന്നെയല്ലേ കുറച്ചും കൂടി നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. അല്ലാതെ അവിടെ പ്രത്യേകിച്ച് ഒരു ബ്രൗൺ ഗേൾ അല്ലെങ്കിൽ ഒരു വൈറ്റ് ബോയ് അല്ലെങ്കിൽ ഒരു വൈറ്റ് ഗേൾ എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ട് ആ ഒരു പേര് പറഞ്ഞ ഒരു ആളെ അല്ലെങ്കിൽ ഒരു വ്യക്തിയെ ഇൻവൈറ്റ് ചെയ്യുന്നില്ല? കാരണം അവിടെ വന്നിരിക്കുന്ന ഷോയിൽ വന്നിരിക്കുന്ന അത്യാവശ്യം എല്ലാവരും കളറുള്ള ആളുകളാണ്.
അപ്പം ബാക്കി ജഡ്ജസിനെ അല്ലെങ്കിൽ ഈ ഒരു ജഡ്ജിൻ്റെ തന്നെ ടീമിലേക്ക് വിളിക്കുമ്പോൾ എന്നാൽ പിന്നെ ഇങ്ങനെ വിളിച്ചുകൂടെ, ആ വൈറ്റ് ഗേൾ അല്ലെങ്കിൽ ആ വൈറ്റ് കളറുള്ള ഗേൾ ഇങ്ങോട്ടേക്ക് വരൂ എന്ന് പറഞ്ഞ് വിളിക്കുന്നതിന് വല്ല ബുദ്ധിമുട്ടുണ്ടോ? ഇല്ല, ബുദ്ധിമുട്ടൊന്നുമില്ല. പക്ഷെ അതിനെന്തൊരു നമുക്ക് വേറൊരു ഫീൽ തോന്നും, ഒരു വിയേർഡായിട്ടുള്ളൊരു ഫീൽ തോന്നും അല്ലേ. പക്ഷെ ഒരു ബ്രൗൺ ഗേൾ, ഒരു ചോക്ലേറ്റ് കളർ ഗേൾ എന്നൊക്കെ പറയുമ്പം ആ ഒരു കളറിന് അതിൻ്റെതായ ഒരു ഭംഗി ഉണ്ടെങ്കിൽ പോലും എന്തോ അതിനെ ഒരു പ്രത്യേകത, ഒരു മാറ്റി നിർത്തപ്പെടുന്ന ഒരു ഫീല്, അല്ലെങ്കിൽ അവർക്ക് മാത്രം എന്തോ ഒരു പ്രത്യേകത ഉണ്ടെന്നൊരു ഫീല് തോന്നിക്കുന്ന ഒരു തോന്നലാണ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത്. ഇവിടെ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ആരെയും വ്യക്തിപരമായിട്ട് അധിക്ഷേപിക്കാനായിട്ടോ അല്ലെങ്കിൽ ഡിവോഴ്സ്ഡ് ആയിട്ടുള്ള ആളുകളെ അപമാനിക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ നല്ല ഫാമിലി ആയിട്ട് ജീവിക്കുന്ന ആളുകളെ അപമാനിക്കാൻ വേണ്ടിയിട്ടോ, ഇനിയിപ്പം കുറച്ച് കളർ കുറഞ്ഞെന്ന് പറഞ്ഞ പേരിൽ ആ ഒരു കുട്ടിയെ അല്ലെങ്കിൽ അത്തരത്തിലുള്ള വ്യക്തികളെ അപമാനിക്കാൻ വേണ്ടിയിട്ടോ ഇട്ട് തന്നൊരു ടോപ്പിക്കല്ല. ഇത്രയും വലിയ ജനങ്ങൾ കാണുന്ന ഈ ഒരു റിയാലിറ്റി ഷോയിലും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ എടുത്ത് സംസാരിക്കുമ്പോൾ കുറച്ചും കൂടി ശ്രദ്ധിച്ചിരുന്നെങ്കിൽ നല്ലതായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. കാരണം നല്ല സന്ദേശമൊന്നുമല്ല ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോയിലൂടെ മെയിനായിട്ട് പുറത്തേക്ക് കൊടുക്കുന്നത്. പലതരത്തിലുള്ള ആളുകളുടെ സ്വഭാവമാണ് ആ ഒരു ഷോയിലൂടെ കാണിക്കുന്നത്. പക്ഷേ ഇതേ രീതിയിലുള്ള കുറച്ച് ചെറിയ നല്ല സന്ദേശങ്ങൾ കൊടുത്തിരുന്നെങ്കിൽ ഇനി വരുന്ന ആളുകൾക്ക്, വരും തലമുറകളുണ്ടല്ലോ ഇത്തരത്തിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവർക്കൊക്കെ അതൊരു ആശ്വാസമാകുമെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഇപ്പം ഞാൻ പറഞ്ഞു ഡിവോഴ്സ്ഡ് ആയി എന്ന് പറയുമ്പം അത് ആ ഒരു ഇതിൽ പെടുന്ന ആളുകൾക്ക് അതൊരു സമാധാനം തന്നെയാണ്. കാരണം അതൊരു അവരുടെ ഒരു പ്രൗഡായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. കാരണം ഒറ്റയ്ക്ക് വളർത്തുക, കുട്ടികളെ വളർത്തുക, അവർ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് സ്വന്തം ഇഷ്ടങ്ങൾ നേടിയെടുക്കാനായിട്ട് സാധിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ വലിയ കാര്യം തന്നെയാണ്. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് നമുക്ക് താങ്ങും തണലുമായിട്ട് ഒരു പാർട്ട്ണർ നമ്മുടെ കൂടെ ഉള്ളപ്പം അദ്ദേഹത്തിൻ്റെ സപ്പോർട്ടോട് കൂടി അല്ലെങ്കിൽ ആ വ്യക്തി, അതൊരിപ്പോൾ ഭാര്യയാണെങ്കിൽ ആ ഒരു പുള്ളിക്കാർ അവരുടെ സപ്പോർട്ടോട് കൂടിയിട്ട് എന്തെങ്കിലും ഒക്കെ സ്വപ്നങ്ങൾ നേടിയെടുക്കാൻ പറ്റുവാണെന്ന് പറഞ്ഞാൽ അതും ഭയങ്കര വലിയൊരു കാര്യം തന്നെയാണ്. അപ്പം രണ്ടിനും ഒരേ രീതിയിലുള്ള ഇമ്പോർട്ടൻസ് കൊടുക്കുക. പിന്നെ ഈ കളറിൻ്റെ കാര്യം, ഇപ്പോൾ ഫെയർ ആയിട്ടുള്ള ആളുകളാണെങ്കിൽ ആ ഫെയർ ആയിട്ടുള്ള ആളുകൾക്ക് കൊടുക്കുന്ന അതേ ഇമ്പോർട്ടൻസ് ബ്രൗൺ സ്കിൻ ടോണുള്ള അല്ലെങ്കിൽ ആ ആളുകൾക്ക് കൊടുക്കുക, അല്ലെങ്കിൽ കുറച്ച് ചോക്ലേറ്റ് സ്കിൻ ടോണുള്ള ആളുകൾക്ക് അവിടെ കൊടുക്കുക. അപ്പം എല്ലാത്തിനും ഒരു ഈക്വാലിറ്റി എന്ന് പറയുന്ന ആ ഒരു സാധനം എല്ലാ കാര്യത്തിലും കൊടുത്തിരുന്നെങ്കിൽ കാണുന്ന നമുക്ക് കുറച്ചും കൂടി ഒരു ഭംഗി ഉണ്ടായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. ഇനി നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ള കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ഇനിയിപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യത്തിനോട് വിയോജിപ്പുണ്ടെങ്കിൽ അതും കമൻറ്റ് ചെയ്യാവുന്നതാണ്. അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.